ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് ഇടിയപ്പം ഉണ്ടാക്കാനാണ് പോണത്. അപ്പോൾ ഇടിയപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ കെറ്റിലിൽ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇടിയപ്പത്തിൻ്റെ പൊടിയിലേക്ക് ആദ്യമേ തന്നെ ആവശ്യത്തിന് ഉപ്പും കുറച്ച് വെളിച്ചെണ്ണയും ഒഴിച്ച് വയ്ക്കുകയാണ്. വെള്ളം തിളയ്ക്കുമ്പോഴത്തേക്കും നമുക്ക് ബാക്കി ഇടിയപ്പത്തിൻ്റെ തട്ടൊക്കെ വെളിച്ചെണ്ണ തൂത്ത് നമുക്കൊന്ന് മയപ്പെടുത്തി വയ്ക്കാം. ഇപ്പോൾ കെറ്റിലിലെ വെള്ളം തിളച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇടിയപ്പത്തിൻ്റെ വെള്ളത്തിന് പ്രത്യേകിച്ച് അളവൊന്നും ഞാൻ നോക്കാറില്ല കേട്ടോ. നമ്മുടെ ആവശ്യത്തിന് കുറേശ്ശെ നല്ല വെട്ടി തിളച്ച വെള്ളമായിരിക്കണം. അത് കുറേശ്ശെ ഒഴിച്ചു കൊടുക്കും. ഒരു വലിയ ബേസിലായിരിക്കണം, അല്ലെങ്കിൽ വലിയൊരു പാത്രത്തിലായിരിക്കണം കേട്ടോ നമ്മളെപ്പോഴും മാവ് അല്ലെങ്കിൽ അരിപ്പൊടി എടുക്കേണ്ടത്. അപ്പോഴാണ് നമുക്ക് എല്ലാ ഭാഗത്തേക്കും അതിൻ്റെ വെള്ളം എത്തിയിട്ടുണ്ടോ എന്ന് കാണാൻ പറ്റുള്ളൂ. നമുക്ക് പൊടിയായിട്ടൊന്നും ഇരിക്കരുത്. പൊടിയിൽ എല്ലാ വശത്തുള്ള പൊടിയിലും വെള്ളം നന്നായിട്ട് എത്തിയിരിക്കണം. എന്നാൽ അത് ഓവറായിട്ട് പോവാനും പാടില്ല. ആ രീതിയിൽ ഞാൻ നോക്കിയിട്ടാണ് കേട്ടോ എടുക്കാറുള്ളൂ. അല്ലാതെ പ്രത്യേകിച്ച് വെള്ളത്തിൻ്റെ അളവൊന്നും ഞാൻ നോക്കാറില്ല. ഇപ്പോൾ കുറേശ്ശെ നനച്ചു കൊടുത്തുകൊണ്ടാണ് കേട്ടോ ഇരിക്കുന്നത്. നമ്മൾ ഒറ്റയടിക്ക് വെള്ളം ഒരുപാട് ഒഴിക്കരുത്. അപ്പോൾ വെള്ളം കൂടിപ്പോയി കഴിഞ്ഞാൽ ഇടിയപ്പം ശരിയായിട്ട് വരില്ല. നമ്മൾ കുറേശ്ശെ ഒഴിച്ചു കൊടുത്ത് പാകത്തിനായോ നോക്കി എവിടെയെങ്കിലും വെള്ളം എത്താത്ത സ്ഥലമുണ്ടെങ്കിൽ അത് നോക്കി നമ്മൾ അവിടെയൊക്കെ വെള്ളം ഒഴിച്ചു കൊടുത്ത് മാവ് മൊത്തം വെള്ളമായിരിക്കണം, വെള്ളമാവാത്ത വരരുത്. അപ്പോൾ മുര എന്നുള്ള ഒരു ഫീലിംഗ് ആയിരിക്കും നമുക്ക് ഇടിയപ്പം തിന്നുമ്പോൾ. എല്ലാ മാവും എല്ലാ അരിപ്പൊടിയും ഈ വെള്ളത്തിൽ ചെറുതായിട്ടൊന്ന് വെന്ത് കിട്ടണം. ആ രീതിയിൽ നമ്മൾ അരിപ്പൊടിയിൽ മൊത്തം ആവാൻ പാകത്തിന് ഈ നല്ല തിളച്ച വെള്ളം നമ്മൾ കുറേശ്ശെ ഒഴിച്ചു കൊടുത്തുകൊണ്ടിരിക്കണം. അപ്പം ഞാൻ അങ്ങനെയാണ് കേട്ടോ ചെയ്യാറ്. അപ്പോൾ ഏകദേശം എല്ലാ സ്ഥലത്തും തന്നെ ആയിട്ടുണ്ട്. നമ്മൾ എപ്പോഴും മാവ് തയ്യാറാക്കാൻ നേരത്ത് നമ്മൾ വലിയ പാത്രത്തിൽ വേണം എടുക്കുക, എന്നാലാണ് നമുക്കത് കാണാൻ പറ്റുള്ളൂ. അതിലേക്ക് അടിയിലൊക്കെ വെള്ളം എത്താത്ത അടിയിൽ നമുക്ക് കാണാൻ പറ്റില്ല. അപ്പം ഞാൻ മാവൊക്കെ അങ്ങനെ ഏകദേശം സെറ്റായിട്ട് വന്നിട്ട് ഏകദേശം മാവിലൊക്കെ നിന്ന് പാകത്തിന് വെള്ളമായിട്ടുണ്ട്. ഒരുപാടൊന്നും ആയിട്ടില്ല. കുറേശ്ശെയാണ് ഒഴിച്ചു കൊടുക്കാറുള്ളത്. എല്ലാ സ്ഥലത്തും നമുക്ക് വെള്ളം എത്തിയിട്ടുണ്ട് കേട്ടോ. ഞാൻ ഉപ്പ് ഒഴിച്ചു കൊടുക്കുമ്പോൾ ഉപ്പ് കല്ല് ഒരു പാത്രത്തിൽ വെള്ളം ഒഴിച്ച് വയ്ക്കും. എന്നിട്ട് ആ ഉപ്പ് നീരാണ് ഞാൻ ഒഴിച്ചു കൊടുക്കാറ്. ഉപ്പുനീരും വെളിച്ചെണ്ണയും ആദ്യമേ തന്നെ ഒഴിച്ച് കൊടുത്തേക്കും. വെളിച്ചെണ്ണ ഒഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി മാവിന് കുറച്ചുകൂടി സോഫ്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം. എന്നിട്ടാണ് പിന്നെ നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കാറ്. അപ്പോൾ നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട്. കണ്ടോ, ഈ പാകത്തിന് ആവും. ഒരുപാട് വെള്ളമില്ല, എന്നാൽ തീരെ കുറവുമില്ല. നമുക്ക് പിടിക്കുമ്പോൾ നല്ല സോഫ്റ്റായിട്ട് പോകാൻ പാകത്തിനാവുമ്പോൾ നമ്മളങ്ങ് നിർത്തിയേക്കണം. അത്രയും വെള്ളം മതി. പിന്നെ നമുക്ക് ബാക്കിയുള്ളത് നമ്മുടെ കൈ കൊണ്ട് ഈ മാവ് നമ്മൾ നന്നായിട്ട് മയപ്പെടുത്തി കൊടുക്കുകയാണ് ചെയ്യണത്. ഇനി നമുക്ക് ഈ മാവ് നന്നായിട്ട് മയപ്പെടുത്തി കൊടുക്കാം. വെള്ളത്തിൻ്റെ അളവും നമ്മുടെ ഈ മാവ് നന്നായിട്ട് മയപ്പെടുത്തി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഇടിയപ്പം നല്ല പഞ്ഞി പോലെ ഇരിക്കും കേട്ടോ. നമ്മൾ മാവ് മയപ്പെടുത്താതെ അങ്ങനെ തന്നെ വെള്ളം പാകത്തിന് ഒഴിച്ചിട്ട് മാവ് അധികം മയപ്പെടുത്താതെ പെട്ടെന്നും ഇടിയപ്പം ഉണ്ടാക്കാൻ നോക്കിക്കഴിഞ്ഞാൽ അത്രയ്ക്ക് സോഫ്റ്റ് ആവില്ല. നമ്മൾ നന്നായിട്ട് കുഴച്ച് ഈ മാവും നല്ല സോഫ്റ്റായിട്ട് നന്നായിട്ട് വരണം. അതുവരെ നമ്മളങ്ങനെ കുഴച്ച് നന്നായിട്ട് കൊടുത്തുകൊണ്ടിരിക്കണം കേട്ടോ. ഈ വെളിച്ചെണ്ണ കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ വെളിച്ചെണ്ണ കുറച്ചും കൂടി ചേർത്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി നല്ല സോഫ്റ്റായിട്ട് കിട്ടും. അതേ കുറച്ചും കൂടി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കുറച്ചും കൂടി നല്ല സ്മൂത്തും നല്ല സോഫ്റ്റൊക്കെ ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കണത്. നമ്മൾ ആ തട്ടിലൊക്കെ നന്നായിട്ട് വെളിച്ചെണ്ണ മൊത്തം തട്ടിൻ്റെ കുഴിയുള്ള ഭാഗത്ത് മാത്രമല്ല, തട്ട് മൊത്തത്തിൽ നമ്മൾ നന്നായിട്ട് വെളിച്ചെണ്ണ തേച്ച് കൊടുക്കണം. അപ്പോൾ നമുക്ക് ഈ മാവ് ഇടിയപ്പം അതിലേക്ക് പീച്ച് വെച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ
ഇടിയപ്പം വെന്ത് കഴിയുമ്പോൾ നമുക്ക് സ്പൂണോ കയ്യിലോ ഒന്നും വേണ്ട. ഈ തട്ടിൽ നിന്ന് നേരിട്ട് നമുക്ക് പാത്രത്തിലേക്ക് നമുക്ക് ഇടാം. കൈകൊണ്ട് തൊടുക പോലും ചെയ്യാതെ നമുക്ക് ഇടിയപ്പം പെട്ടെന്നങ്ങ് വിട്ടുപോരും. അതല്ലെങ്കിൽ നമ്മുടെ പാത്രത്തിൽ നിന്ന് ഇടിയപ്പം വിട്ടുപോരില്ല. അത് കാരണം നന്നായിട്ട് വെളിച്ചെണ്ണ തേച്ച് കൊടുക്കണം കേട്ടോ. അപ്പം ഞാനങ്ങനെ വെളിച്ചെണ്ണ ആദ്യമേ തേച്ച് ഇടിയപ്പത്തിൻ്റെ തട്ട് വച്ചേക്കണതാണ്. അപ്പം നമ്മുടെ മാവ് ഏകദേശം റെഡി ആയിട്ട് വരുന്നുണ്ട് കേട്ടോ. നല്ല കണ്ടാൽ തന്നെ അറിയാം, നല്ല ആദ്യം ഇരുന്ന മാതിരിയല്ല, സ്പോഞ്ച് പോലെ ആയി തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ മാവ് ഏകദേശം നല്ല സോഫ്റ്റ് പാകത്തിനായിട്ടുണ്ട് കേട്ടോ. കണ്ടോ, നമ്മളിങ്ങനെ മാവ് റെഡിയാക്കിയിട്ട് തൊട്ട് ഇങ്ങനെ നോക്കിക്കഴിയുമ്പോൾ അറിയാം അത് സോഫ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ അത് നന്നായിട്ടങ്ങ് കുഴിഞ്ഞു പോകും. നല്ല പെട്ടെന്ന് തൊടുമ്പോൾ തന്നെ അങ്ങ് കുഴിഞ്ഞു പോകും. ആ രീതിയിലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ മാവ് നല്ല മയം വന്നിട്ടുണ്ടെന്ന് ആണ് അർത്ഥം. ഇനി ഞാൻ അപ്പോഴത്തേക്കും പാത്രത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഈ ഓരോ തട്ടിലേക്കും ഇടിയപ്പം പീച്ച് ഇതെല്ലാം കൂടി ഒരുമിച്ച് നമുക്ക് വയ്ക്കാം. അപ്പോൾ പെട്ടെന്ന് നമുക്ക് അപ്പോഴത്തേക്കും നമുക്ക് ഇടിയപ്പത്തിനുള്ള കറിയൊക്കെ റെഡിയാക്കാമല്ലോ. ഞാൻ എല്ലാ തട്ടും ഒരുമിച്ചാണ് കേട്ടോ വയ്ക്കാറ്. ചിലപ്പോൾ 3 തട്ടുണ്ടാവും, ചിലപ്പോൾ 4 തട്ടുണ്ടാവും. ഈ എല്ലാ തട്ടും കൂടിയും ഒരുമിച്ച് വച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ആ ഇടിയപ്പത്തിനുള്ള കറിക്കുള്ള പണി പിന്നെ നോക്കാം കേട്ടോ. അപ്പോൾ കണ്ടോ, നമ്മുടെ ഇടിയപ്പം ചാടന കണ്ടാൽ തന്നെ അറിയാം നല്ല സോഫ്റ്റ് ഇടിയപ്പമാണ്. നമ്മുടെ വെള്ളം പാകത്തിന് കിട്ടിയാൽ തന്നെ വെള്ളം പാകത്തിന് കിട്ടി നമ്മൾ മാവ് നല്ലോണം മയപ്പെടുത്തുകയും ചെയ്താൽ നമ്മുടെ ഇടിയപ്പം നല്ല സോഫ്റ്റായിട്ട് ഇതുപോലെ കിട്ടും കേട്ടോ. ഇനി നമുക്ക് കൈകൊണ്ട് തൊടണ്ട, മൊത്തം ഇടിയപ്പം നമുക്ക് ഈ എല്ലാ തട്ടിലും അങ്ങ് ആക്കി കൊടുക്കാം. നമ്മൾ വെളിച്ചെണ്ണ തേച്ചേക്കണ കാരണം പിടിച്ചൊന്നും ഇരിക്കില്ല. കുഴിയിൽ വന്നില്ലെങ്കിൽ പോലും നമുക്ക് അത് നമ്മുടെ പാത്രത്തിലേക്ക് വെന്ത് കഴിയുമ്പോൾ പാത്രത്തിലേക്ക് തട്ടിയിട്ട് അതങ്ങ് ഇളകിപ്പോന്നോളും. നമുക്കിങ്ങനെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് വെള്ളത്തിൻ്റെ കണക്ക് ഓർത്ത് വയ്ക്കുകയോ എത്ര വെള്ളം വേണം എന്ന് ഓർത്ത് വയ്ക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മളിങ്ങനെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്നും ഉണ്ടാക്കാം. വലിയ വലിയ പാത്രത്തിലായിരിക്കണം, കുറേശ്ശെ നമ്മൾ ഒഴിച്ചു കൊടുക്കണം. ഈ 2 കാര്യം മാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. പലരും അളവ് നോക്കിയിട്ടൊക്കെ ഇടിയപ്പം ഉണ്ടാക്കണ കാണാറുണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് അളവൊന്നും ഓർത്ത് വയ്ക്കുകയൊന്നും വേണ്ട. നമുക്ക് ആവശ്യത്തിന് വെള്ളം കുറേശ്ശെ ചേർത്ത് നമുക്ക് പെട്ടെന്നും ഇടിയപ്പം ഉണ്ടാക്കി കിട്ടാം. ഒരുപാട് വെള്ളം ആയി പോവില്ല, എന്നാൽ നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഇടിയപ്പം ഉണ്ടാക്കി കിട്ടും. അപ്പോൾ നമ്മുടെ 3 തട്ട് മതി കേട്ടോ. അപ്പോൾ നമ്മുടെ 3 തട്ടുമായിട്ടുണ്ടെങ്കിൽ നമുക്ക് തട്ടെല്ലാം കൂടിയും അടുപ്പത്തേക്ക് വയ്ക്കാം. ഇനി നമുക്ക് ഇടിയപ്പം വെന്തിട്ട് നോക്കാം കേട്ടോ. മൂടി വെച്ചേക്കാം, അവിടെ ഇരുന്ന് വേവട്ടെ. നല്ലോണം ആവി വന്ന് കുറേ നേരം കഴിഞ്ഞ് നമ്മൾ തൊട്ട് നോക്കണം. ജസ്റ്റ് ഒന്ന് സിമ്മിലേക്ക് ഇട്ടിട്ട് നമ്മൾ തൊട്ട് നോക്കുമ്പോൾ നമുക്കറിയാം ഇടിയപ്പം വെന്തിട്ടുണ്ടോയെന്ന്. നമുക്ക് തൊട്ട് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇടിയപ്പം വെന്തിട്ടുണ്ടോയെന്ന്. ഇതിപ്പോൾ വേവായിട്ടുണ്ട് കണ്ടോ. വെന്തിട്ടില്ലെങ്കിൽ അതങ്ങ് കുഴിഞ്ഞു പോകും. ഇതിപ്പോൾ വേവായിട്ടുണ്ട്, അത് കാരണം നമുക്കിനി ഇടിയപ്പമൊക്കെ എടുത്ത് നമ്മുടെ പാത്രത്തിലേക്ക് തട്ടിയിടാം. അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് ഇടിയപ്പം ഉണ്ടാക്കി വെക്കണേ. നമുക്ക് ഇടിയപ്പത്തിന് പ്രത്യേകിച്ച് അളവോ ഗ്ലാസ്സോ ഒന്നും കരുതിയൊന്നും വെക്കേണ്ട. നമുക്ക് ഈ രീതിയിൽ ഉണ്ടാക്കി വയ്ക്കാം. നമുക്ക് നല്ല പഞ്ഞി പോലത്തെ ഇടിയപ്പം വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അധികം സമയം വേണ്ട. എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി വെച്ചും അഭിപ്രായം പറയണം കേട്ടോ. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. ബായ്.